നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ കുട്ടികളൊക്കെ ആ ഒരു തരത്തിൽ ദീനിൻ്റെ തർബീയത്തും ദീനിനെക്കുറിച്ചുള്ളൊരു എക്സ്പോഷറും കിട്ടാത്തത് കാരണം ഈ ഭൗതികവാദത്തിലേക്ക് പോവാൻ. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസമാണ്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം ഇത് തന്നെ ഉള്ളൂ, ഇനി എപ്പോൾ കാണാത്തൊരു ലോകമൊന്നും വരാനില്ല, അതുകൊണ്ട് അടിച്ചു പൊളിച്ചോളി, ഇനി ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, ഇത് ജീവിതത്തിൽ കിട്ടിയൊരു അവസരമാണ്, ഈ അവസരം നഷ്ടപ്പെടുത്തണ്ട അല്ലേ. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴേ ഒരു കഫേയിൽ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കുറേ ബോയ്സും കുറേ ഗേൾസും ഒക്കെ കൂടി. സമയം അപ്പോൾ 1 മണി, 1:15, 2, 1:30 ആയിട്ടുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ രണ്ടത്താണി കോട്ടക്കലിൻ്റെ അടിയിൽ. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു കുട്ടി മഫ്തൊക്കെ ഇട്ടിട്ടുണ്ട്. പടച്ചിറബി പാതിരാക്കി ചെക്കന്മാരെ കൂടെ അവർക്ക് എന്ത് ചെയ്യാനാണ്? പഠിക്കാൻ വന്ന കുട്ടികളായിരിക്കും, വല്ല മെഡിസിനൊക്കെ പഠിക്കാൻ വന്ന കുട്ടികളായിരിക്കും. അവിടെ കുറേ യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട്, പെരിന്തമണ്ണുണ്ട്, പരിസരങ്ങളിലൊക്കെ ഉണ്ട്. എനിക്ക് എത്തുമ്പോഴേ ഭയങ്കര സങ്കടമായിപ്പോയി. പടച്ചോനെ, എത്ര അച്ചടക്കത്തിൽ ജീവിക്കേണ്ട മക്കളാണ്. അതിലിപ്പോൾ മുസ്ലിമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. വേഷവിധാനത്തിൽ ഒരു കുട്ടിയെ മുസ്ലിമാണെന്ന് മനസ്സിലായി, മറ്റേത് ഇത് അയച്ചിട്ടതാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഒക്കെ ഒരു 10, 20, 19, 20 വയസ്സുള്ള കുട്ടികളാണ്. ഒരു 6-7 പേര്. അവർ ചായ കുടിക്കുന്നു, തമാശ പറയുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അവർ ഇറങ്ങുന്നത് ഒരു 1:30, 1:45 മണിക്ക് സമയം. ഇവർക്ക് മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട്. അവർക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരും അമ്മമാരും ഉണ്ടായിരിക്കും. പക്ഷേ ഈ മക്കൾ ഇങ്ങനെ വഴിതെറ്റി ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരോട് പറയുമ്പോൾ ഞങ്ങൾ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ എന്തോ പ്രത്യേക ലൈസൻസ് ആണെന്ന വിചാരം.